ഹാപ്പി മോർണിംഗ് ടു ആൾ. എല്ലാവരും അവിടെ ഉണ്ടെന്ന് ഹാപ്പി വിശ്വസിക്കുന്നുണ്ട്. മോർണിംഗ്. മെഡിറ്റേഷൻ എല്ലാവരും ഉറങ്ങിപ്പോയിട്ടൊന്നുമില്ലല്ലോ. ഉറങ്ങില്ലെന്ന് എനിക്കറിയാം, കാരണം അത്രയും ആക്റ്റീവ് ആയിട്ടുള്ള പാർട്ടിസിപ്പൻസ് ആണ് മോർണിംഗ് സർക്കിൾ ഉള്ളത്. നമ്മൾ ഗ്രൂപ്പിലൊക്കെ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ നിരന്തരം കാണുന്നതാണ്. ആദ്യമായിട്ട് എന്നെ പരിചയപ്പെടുത്താം. കുറച്ച് പേരൊക്കെ ചിലപ്പോൾ അറിയുന്നവരുണ്ടാവും. എന്നാലും എൻ്റെ പേര് ഷഫീദ. മലപ്പുറം ജില്ലയിൽ കാളികാവാണ് സ്വദേശം. എന്നെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആണ്. കാളികാവ് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ വിമ്പിളുമായിട്ടുള്ളൊരു ബന്ധം എന്ന് വെച്ചാൽ വിമ്പിൾ അക്കാഡമിയിൽ പ്രൊഫഷണൽ കോഴ്സിന്റെ 6th ബാച്ചിലെ സ്റ്റുഡന്റ് ആണ്. അതുപോലെ അക്കാഡമിയുടെ കീഴിൽ ഓട്ടിസം മാനേജ്മെന്റ് കോഴ്സ് ചെയ്യുന്നത് ഞാനാണ്. നമ്മൾ വെക്കേഷനിലെ കുട്ടികൾക്കുള്ള പ്രോഗ്രാം ഒക്കെ ചെയ്തിരുന്നു. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾ ആക്റ്റീവ് പാർട്ടിസിപ്പൻസ് ആയതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, ഇന്നത്തെ ടോപ്പിക് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ അല്ലെ? അറിയാവോ? പോസ്റ്റർ ശ്രദ്ധിക്കാറുണ്ടോ? നിങ്ങളവിടെ നിങ്ങളവിടെ ഉണ്ടെന്ന് ഉറപ്പുവരുത്താനും കൂടിയാണ് ഇങ്ങനെ ചോദിക്കുന്നത്. അറിയാലോ, മോർണിംഗ് ആണ്. ഒരു സെക്കൻഡ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? ഇമ്പാക്ട് ഓഫ് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ ആണെന്ന് നമുക്ക് പുതുതായിട്ട് ആരും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെ? സോഷ്യൽ മീഡിയന്റെ ഇമ്പാക്റ്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എസ്പെഷ്യലി അതെങ്ങനെ നമ്മുടെ മെന്റൽ ഹെൽത്തിനെയൊക്കെ ബാധിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ അത് പറയുന്നതിന് മുമ്പ് വേറൊരു കാര്യം പറയട്ടെ. അതായത് നമ്മുടെ കേരളത്തിന് ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ടുള്ള GS പ്രദീപ് അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണത്തിൽ പറയുണ്ടായി, ലോകത്തെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുകയാണെങ്കിൽ അത് മാർട്ടിൻ കൂപ്പറിന്റെ വിഖ്യാതമായ കണ്ടുപിടുത്തത്തിന് മുമ്പുള്ള ലോകവും ശേഷമുള്ള ലോകവും, അങ്ങനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാമെന്ന്. ഏതാണ് മാർട്ടിൻ കൂപ്പറിന്റെ വിഖ്യാതമായിട്ടുള്ള കണ്ടുപിടുത്തം? ആരാന്ന് പറയാ? നമ്മുടെ ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ട്. മൊബൈൽ ഫോൺ ആണെന്ന് തോന്നുന്നു. സാർ എപ്പോഴും ഭയങ്കര ആക്റ്റീവാണ് ഗ്രൂപ്പിൽ, നമുക്കത് അറിയാം. അതെ, മൊബൈൽ ഫോൺ ആണ്. താങ്ക് യു. മൊബൈൽ ഫോണിന്റെ മുമ്പുള്ള ലോകവും ശേഷമുള്ള ലോകവും അല്ലെ, നമുക്കത് കൃത്യമായിട്ടും രണ്ടായിട്ട് തന്നെ തരംതിരിക്കാവുന്ന രീതിയിലുള്ള വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളാണ് മൊബൈൽ ഫോൺ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോ ആദ്യത്തെ മൊബൈൽ ഫോൺ എങ്ങനെയാണ് ഇറങ്ങിയെന്ന് അറിയോ? അതിന്റെ ഒരു ചെറിയ പശ്ചാത്തലം പറയാം. അന്ന് മൊബൈൽ ഫോൺ ഇല്ല. അന്ന് എല്ലാവരും സംസാരിച്ചിരുന്നത് എങ്ങനെയാ വെച്ചാല് കാർ ഫോണുകളാണെന്നുള്ളത്. അതായത് ഫോണല്ല ശരിക്കും, അത് കാറിൽ ഘടിപ്പിച്ചിട്ടുള്ള ഒരു സംവിധാനമാണ്. ഈ റേഡിയോ ടവറുകൾ വഴി സംസാരിക്കുന്ന ഒരു സംവിധാനം. അത് ഭയങ്കര ഹെവി ആയതുകൊണ്ട് കാറിൽ ഘടിപ്പിച്ചിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ അന്ന് അങ്ങനെയാണ് ആളുകൾ സംസാരിച്ചിരുന്നത്. അപ്പൊ അതില് പിന്നെ ഒരേ സമയം ഒരാൾക്ക് മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരുപാട് ലിമിറ്റേഷൻസ് അതിനകത്തുണ്ട്. അപ്പൊ അന്ന് ഒരുപാട് സ്വപ്നം കണ്ടിരുന്നാണ് എന്ത്, ഒരു പോർട്ടബിൾ ആയിട്ടുള്ള ഫോൺ വേണം എന്നുള്ളൊരു ഡ്രീം എല്ലാവർക്കും ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പോ ആ ഡ്രീമിന് വേണ്ടിയിട്ട് എല്ലാവരും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അന്ന് നിലവിൽ നിന്നിരുന്നത്. അപ്പൊ ബെല്ലാർസ് എന്നൊക്കെ പറഞ്ഞ അന്നത്തെ വലിയ കമ്പനിക്കാരാണ്. അവരൊക്കെ അതിന് വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമിച്ചു. ആ സമയമാണ്, അത്രയൊന്നും വലിയ കമ്പനി അല്ലായിരുന്നു മോട്ടോറോള. പക്ഷെ മോട്ടോറോളയിലെ എഞ്ചിനീയർ ആയിട്ടുള്ള മാർട്ടിൻ കൂപ്പറാണ് 1973 മൊബൈൽ എന്നുള്ള ഒരു ആശയത്തിലോട്ട് അത് ആദ്യമായിട്ട് ലോകത്തിലേക്ക് അവതരിപ്പിക്കുന്നത്. അദ്ദേഹം ഒരു ടീമിനെ സെറ്റാക്കി വെറും 90 ദിവസത്തെ തീവ്രമായിട്ടുള്ള പരിശ്രമത്തിനൊടുവിൽ അവര് ലോകത്തേക്ക് ഒരു പോർട്ടബിൾ ഫോൺ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ആദ്യമായിട്ട് ഇറങ്ങിയ ഫോണിന്റെ പേരറിയോ? ആദ്യമായിട്ട് ഇറങ്ങിയ പലതരത്തിലുള്ള പല ബ്രാൻഡിലുള്ള മൊബൈൽസ് ഉണ്ട്, നമുക്കറിയാം അല്ലെ? പക്ഷെ ലോകത്ത് ആദ്യമായിട്ട് ഇറങ്ങിയ മൊബൈലിന്റെ പേര് ആർക്കെങ്കിലും അറിയാവോ? അറിയാമെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയൂ. നിങ്ങളത് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് കേട്ടോ. റിലയൻസ് അല്ല, ഇതിന്റെ പേരെന്താന്ന് വെച്ചാല്
മോട്ടോറോള ഡൈനാക്. അതാണ് ആദ്യമായിട്ട് ഇറങ്ങിയ മൊബൈലിന്റെ പേര്, മോട്ടോറോള ഡൈനാക്. അതിന് ഏകദേശം യെസ്, മോട്ടോറോള 1 കിലോയിലധികം ഭാരമുണ്ട്, 25 സെന്റിമീറ്ററോളം നീളമുണ്ട്. അതിന് ഒരു 30 മിനിറ്റോളം നമുക്ക് അതിനകത്ത് സംസാരിക്കാനും പറ്റുള്ളൂ. അങ്ങനെയുള്ള ഒരു മൊബൈൽ ഫോണാണ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന് ഇന്നത്തെ 3 ലാഖ് റുപ്പീസ് അന്ന് അതിന് വിലയുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ വളരെ റിച്ച് ആയിട്ടുള്ള ആളുകൾ, ബിസിനസ് എക്സിക്യൂട്ടീവ്സ് മാത്രം ഉപയോഗിക്കുന്ന ഒരു ലക്ഷറി ആയിട്ട് മൊബൈൽ ഫോൺ അവശേഷിച്ചു. എന്നാലും മൊബൈൽ ഫോൺ ഇൻട്രൊഡ്യൂസ് ചെയ്തു ആ കാലത്ത് 1973. ഇപ്പൊ നമ്മൾ പല തരത്തില് ഫോൺ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? അന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഉപയോഗിച്ചത്. ഇന്ന് നമുക്ക് അതിന് മൾട്ടി പർപ്പസ് തന്നെയാണ് അതിനെ കൂടുതൽ ജനകീയമാക്കുന്നത് അല്ലെ? നമുക്ക് ഒരുപാട് ഡിവൈസിന് പകരം ഒരു മൊബൈൽ ഫോൺ മതി. നമുക്കൊരു ക്യാമറ വേണ്ട, പാട്ട് കേൾക്കാനുള്ള സംവിധാനം വേണ്ട, അല്ലെങ്കിൽ സിനിമ കാണാനുള്ള വേറെ എന്തെങ്കിലും സംവിധാനം കയ്യിൽ കൊണ്ടെടുക്കേണ്ട ആവശ്യമില്ല. ഒരു പേഴ്സ് കയ്യിൽ കരുതണ്ട, ലെറ്റർ പാഡോ നോട്ട് പാഡോ കയ്യിൽ കരുതണ്ട, പിന്നെ ഒരു ടോർച്ചിന്റെ ആവശ്യം വേണ്ട, ടൈം പീസ് വേണ്ട. ഇതിന്റെ ഒരുപാട് മൾട്ടി പർപ്പസ്, അതെ ടോർച്ച്, ക്ലോക്ക്, ഇതിനൊക്കെ പകരമായിട്ട് എന്താണ്, നമുക്ക് ഒരൊറ്റ മൊബൈൽ ഫോൺ മതി. നമ്മളിപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വേറെ എന്തെങ്കിലും എടുത്തോ നമ്മുടെ തപ്പുന്നതിന് പകരം നമ്മൾ ആദ്യം നമ്മുടെ മൊബൈൽ എടുത്തോ എന്നാ നോക്കുന്നത് അല്ലെ? കാരണം അത് എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഓൾമോസ്റ്റ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മളെ കൂടെ വന്നു നമുക്ക് അറിയാം. നമുക്കൊരു ധൈര്യമാണ് മൊബൈൽ കയ്യിലുണ്ടെങ്കിൽ. അത്രയാണ് അതിന്റെ ഒരു ജനകീയത എന്ന് പറയുന്നത്. കാരണം നമ്മുടെ കണ്ണോ കാതോ കയ്യോ പോലെ നമ്മുടെ ഒരു ഓർഗൻ ഓഫ് ദി ബോഡി ആയിട്ട് അത് എന്നോ മാറിക്കഴിഞ്ഞു. പക്ഷേ നമ്മൾ ആണെങ്കിൽ പോലും ഇപ്പോ ആദ്യമായിട്ട് നോർമൽ കോൾ ചെയ്യുന്നു, അതിനുശേഷം എന്താ ഗ്രൂപ്പ് കോൾ ചെയ്യാൻ പഠിച്ചു, പിന്നെ വാട്സപ്പിലൊക്കെ കോൾ ചെയ്യാനുള്ള സംവിധാനം ഉണ്ട്. പിന്നെ അതുപോലെ എന്താണ്, ഇപ്പൊ നമുക്ക് ഒത്തിരി പേർക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇതുപോലെ സൂം പോലെ ഗൂഗിൾ മീറ്റ് പോലെ ഒക്കെയുള്ള സംവിധാനത്തിലേക്ക് നമ്മൾ എത്തി. പക്ഷെ ആദ്യത്തെ ഫോൺ സംഭാഷണം നടന്നത് എങ്ങനെയാണെന്ന് അറിയാം. ആദ്യമായിട്ട് ഞാൻ പറഞ്ഞു ബെല്ലാബ്സ് കമ്പനിയിലുള്ളവരൊക്കെ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പൊ അതിന് പിന്നെ ഗവേഷണ മേധാവിയാണ് ജോയൽ. ഈ ജോയലിനെയാണ് ആദ്യമായിട്ട് ഫോണിൽ വിളിക്കുന്നത്. ആരാ വിളിച്ചതെന്നറിയാം? ഫോൺ കണ്ടുപിടിച്ച മാർട്ടിൻ കൂപ്പർ തന്നെ. അദ്ദേഹം വിളിച്ചിട്ട് ആദ്യമായിട്ട് ലോകത്ത് നടന്ന ഫോണിലൂടെ, മൊബൈൽ ഫോണിലൂടെ നടന്ന സംഭാഷണം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. മാർട്ടിൻ കൂപ്പർ വിളിക്കുകയാണ്, എന്നിട്ട് പറയാണ്, ഹലോ ജോയൽ, ഐ എം കോളിംഗ് യു ഫ്രം മൈ മൊബൈൽ ഫോൺ, എ റിയൽ ഹാൻഡ് ഹെൽഡ് പോർട്ടബിൾ ഫോൺ. ഇതാണ് ലോകത്ത് ആദ്യമായിട്ട് നടന്ന ഫോൺ സംഭാഷണം. ഞാനിത് ജസ്റ്റ് ഒന്ന് നിങ്ങളെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പൊ നമ്മുടെ വിഷയം മൊബൈൽ ഫോൺ അല്ല, മറിച്ച് എന്താണ്, മൊബൈൽ ഫോണിനകത്തെ മൊബൈലിനോളം പ്രാധാന്യമുള്ള സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ എന്താണെന്ന് പ്രത്യേകിച്ച് നമുക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അല്ലെ? നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ നിരന്തരം ഉപയോഗിക്കുന്നവരാണ്. വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ത്രെഡ്സ് തുടങ്ങിയ എക്സ് പോലെ ഒരുപാട് മീഡിയസിൽ നമുക്ക് അക്കൗണ്ട്സ് ഉണ്ട്. നമ്മളത് നമ്മുടെ പല പല ആവശ്യങ്ങൾക്കായിട്ട്, എന്റർടൈൻമെന്റ് തൊട്ട് ബിസിനസ് വരെയുള്ള പല പർപ്പസും നമ്മളത് നിരന്തരം ഉപയോഗിക്കുന്നതാണ്. അപ്പൊ സോഷ്യൽ മീഡിയ എന്താണെന്ന് പ്രത്യേകിച്ച് നമുക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്, നമുക്കറിയാം അല്ലെ? എന്താണ് നമ്മള് വലിയൊരു ഓപ്പർച്യൂണിറ്റിയുടെ ഒരു ലോകമാണ് നമുക്ക് മുമ്പിൽ സോഷ്യൽ മീഡിയ തുറന്നു വെച്ചിരിക്കുന്നത്. പണ്ട് സെലിബ്രിറ്റികൾ എന്ന് പറഞ്ഞ ആളുകൾ ആരാ? അധികം ഫിലിം സ്റ്റാർസ് മാത്രമാണ്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, ഇന്ന് എല്ലാവരും സെലിബ്രിറ്റികളാണ്. അതിനെല്ലാം ആവാനുള്ള ഒരു പോസിബിലിറ്റി നമ്മുടെ മുമ്പിലുണ്ട്. വേറൊന്നും വേണ്ട, നമ്മൾ നമ്മുടെ ബെഡ്റൂമിനകത്തിരുന്ന് നമ്മുടെ ഏറ്റവും പ്രൈവസി, നമുക്കൊരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്താണ് ഫെയിം ആകാനുള്ള മാർഗങ്ങളുണ്ട്. അതല്ലാതെ അതിന് വലിയ വലിയ സംവിധാനങ്ങളോ ഒരുപാട് മുതൽ മുടക്കിന്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പൊ എന്തെങ്കിലും പാട്ട് പാടുന്നവരോ ചിത്രം വരയ്ക്കുന്നവരോ എഴുതുന്നവരോ അല്ലെങ്കിൽ നൃത്തം ചെയ്യുന്നവരോ, അവർക്ക് പിന്നെ എന്തെങ്കിലും മിമിക്രി അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉള്ളവർക്ക് എന്താണ്, അത് അവരുടെ മൊബൈൽ ഫോൺ വഴി അവർക്ക് എന്താണ് അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അവരുടെ പ്രൊഫൈലിൽ വന്നിട്ട് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതുവഴി എന്താണ് അവർക്ക് അവരുടെ അവസരങ്ങൾ എത്തിപ്പിടിക്കാവുന്നതാണ്. ഒരുപാട് പേരിലേക്ക് അത് എത്തും അല്ലെ? അതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പൊ നമുക്ക് നമ്മുടെ ഒരു സർക്കിൾ എന്ന് പറയുന്നത് എന്താണ്? സാധാരണക്കാരാകുമ്പോൾ നമ്മുടെ സർക്കിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്, നമ്മുടെ അയൽപക്കം, നമ്മുടെ നാട്ടുകാര്, അതിനപ്പുറത്തേക്ക് വന്നാൽ നമ്മുടെ വർക്ക് പ്ലേസിലുള്ളവര്, നമ്മൾ എന്തെങ്കിലും സംഘടനയിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെയുള്ളവര്, ഇവിടേക്ക് ഒതുങ്ങുന്നതാണ് നമ്മുടെ ഒരു സർക്കിൾ എന്ന് പറയുന്നത്. പക്ഷെ നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ എത്തുമ്പോൾ അങ്ങനെയല്ല അവസ്ഥ കിടക്കുന്നത്. നമുക്കൊക്കെ 5000 4000 ഫ്രണ്ട്സ് ഉണ്ടാവും, അല്ലെങ്കിൽ കണക്കിന് ഫോളോവേഴ്സ് ഉണ്ടാവും ഇല്ലേ? അപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു പോസ്റ്റ് ഇടുമ്പോൾ നമ്മൾ വീടിനകത്ത് നമ്മുടെ ഏറ്റവും സ്വകാര്യതയിൽ നിന്നിട്ടായിരിക്കും പോസ്റ്റ് ഇടുന്നത്. പക്ഷെ അത് ആയിരക്കണക്കിന് 10000കണക്കിന് ആളുകളിലേക്കാണ് എത്തുന്നത്. അത്രയും അതിന്റെ ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ വലിയൊരു പ്രത്യേകത. കാരണം നമുക്കിപ്പോ നമ്മുടെ സെൽഫ് ബ്രാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ നമ്മുടെ സ്കില്ലിനെ അല്ലെങ്കിൽ നമ്മുടെ ടാലന്റിനെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ, നമ്മുടെ കയ്യിലൊരു പ്രൊഡക്റ്റിന് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടോ നമുക്ക് വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. അതിന് പ്രത്യേകിച്ച് മുതൽ മുടക്കിന്റെ ആവശ്യമില്ല. വേറെ ആരെയും ആശ്രയിക്കേണ്ട കാര്യമില്ല.
അല്ലെ? പണ്ടൊക്കെയാണ് നമ്മൾ ഒരുപാട് ആഡിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ക്യാഷ് ചെലവാക്കേണ്ട ഒരു അവസ്ഥ ഉണ്ട്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത്രയൊന്നും പൈസ ചെലവില്ലാതെ തന്നെ നമുക്ക് എന്താണ് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി നമുക്കത് മാർക്കറ്റ് ചെയ്യാൻ ഈസി ആയിട്ട് പറ്റും. അപ്പൊ അതിന്റെ ഓപ്പർച്യൂണിറ്റി, ഒരു ആക്സസിബിലിറ്റി തന്നെയാണ് വലിയൊരു ബെനിഫിറ്റ് ആയിട്ട് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ എന്താണ് പണ്ട് സെലിബ്രിറ്റികളായിരുന്നത് ആരാണ്? കഴിവുള്ളവരാണ്. ഇപ്പൊ കഴിവ് വേണമെന്നില്ല. നമുക്കൊരു മൊബൈൽ ഫോൺ മതി. നമുക്കത് നന്നായിട്ട് ഉപയോഗിക്കാൻ അറിഞ്ഞിരുന്നാൽ മതി. നമ്മൾ രാവിലെ പല്ല് തേക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെയുള്ള നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ഇങ്ങനെ ഷൂട്ട് ചെയ്യണം. അങ്ങനെ മാത്രം ഷൂട്ട് ചെയ്തിട്ട് സോഷ്യൽ മീഡിയ വഴി റവന്യൂ ഉണ്ടാക്കുന്നവരുണ്ട്. നമുക്കറിയാം. അവരൊക്കെ ഇപ്പൊ സെലിബ്രിറ്റികളാണ് ല്ലേ? ഞാനത് അവരെ തരം താഴ്ത്തി കാണുകയോ ചെറുതാക്കി കാണുകയൊന്നും ചെയ്യുന്നില്ല. കാരണം അവര് വെറുതെ ഇരിക്കുകയല്ലല്ലോ. അവരെന്തെങ്കിലും എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് മാത്രമല്ല മൊബൈൽ യൂസ് ചെയ്യുന്നത്. അവര് അവരുടെ റിയൽ ലൈഫ് വിട്ടിട്ട് കാശാക്കിക്കൊണ്ടിരിക്കുകയാണ് ല്ലേ? ഒരു പർപ്പസ്ഫുള്ളി അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ്, നല്ല കാര്യങ്ങൾ എന്ത് ഒട്ടും ചെറുതല്ലാത്ത, നമ്മളത് ആലോചിച്ച് നോക്കണം. അപ്പൊ നമുക്കൊരു പിന്നെ വേദിയിൽ പോയിട്ട് പ്രസംഗിക്കണം എന്നുണ്ടെങ്കിൽ എന്തെല്ലാം റിസ്ക് ഉണ്ട്. നമുക്ക് അതിനെന്താണ് അതിന്റെ സംഘാടകരെ കാണണം. അവര് നമ്മളതിനെ വിളിക്കണം. നമുക്കൊരു ഓഡിയൻസിനെ സെറ്റ് ആക്കണം. അങ്ങനെ ഒരുപാട് അതിന്റെ പിന്നിൽ ഒരുപാട് എന്താണ് പണച്ചെലവുകളുണ്ട്. പക്ഷെ നമുക്കിപ്പോ അങ്ങനെയാണോ? ജസ്റ്റ് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ജസ്റ്റ് ഒരു റീൽ ഇട്ടാൽ മതി. അല്ലേ? നമുക്ക് ആളുകളിലേക്ക് എത്തിപ്പിടിക്കാൻ പറ്റും. അത്രയും എന്താണ് ആഹ് വിരൽത്തുമ്പിലാണ് നമ്മുടെ അവസരങ്ങളും ആക്സസിബിലിറ്റിയും ഒക്കെ കിടക്കുന്നത് തന്നെയാണ് ഇതിന്റെ വലിയൊരു ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് എടുത്തു പറയാനുള്ളത്. പിന്നെ എല്ലാ കാര്യത്തിനും ഒരു പോസിറ്റീവ് സൈഡ് ഉള്ളത് പോലെ എന്തുണ്ട്? നെഗറ്റീവ് സൈഡ് ഉണ്ട്. അത് ഉറപ്പായിട്ടും മൊബൈലിലും ഉണ്ട്. ഇല്ലേ? ഈ പോസിറ്റീവ് സൈഡ് എത്രത്തോളം സ്ട്രോങ് ആണോ അതുപോലെ തന്നെ സ്ട്രോങ് ആണ് നെഗറ്റീവ് സൈഡ്. അതറിഞ്ഞ് ഉപയോഗിക്കുന്നത് നമ്മുടെ വിവേകബുദ്ധിക്ക് അനുസരിച്ചിട്ടാണ്. നമ്മളത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് കാര്യം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറയാനുള്ളത് കമ്പാരിസൺ ആണ്. അതായത് നമ്മൾ മൊബൈൽ നോക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട് അല്ലെങ്കിൽ നമ്മുടെ നൈബർ, നമ്മുടെ റിലേറ്റീവ്, നമ്മുടെ ഓഫീസിലുള്ള ആൾ, ഇവർ എങ്ങോട്ടെങ്കിലും, നമ്മുടെ ഒരു കൊളീഗൊക്കെ എങ്ങോട്ടെങ്കിലും പോയൊരു വെക്കേഷൻ ട്രിപ്പിന്റെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നു. അതോടുകൂടി നമ്മുടെ സമാധാനം പടികിടക്കുകയാണ്. കാരണം നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? നമ്മൾ ഈ റിയൽ ലൈഫും നമ്മുടെ റിയൽ ലൈഫും നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരങ്ങോട്ടൊക്കെ ടൂർ പോയിട്ട് അവർ യൂറോപ്പിലേക്ക് പോയി, നമ്മളിപ്പോഴും നമ്മുടെ ഇട്ടാവട്ടത്തിരുന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവരുപയോഗിക്കുന്ന ബ്രാൻഡഡ് മെറ്റീരിയൽസ് അല്ലെ? അവരുടെ ലക്ഷറി കാറുകൾ, പിന്നെ ലക്ഷറി ആയിട്ടുള്ള മറ്റ് ഒബ്ജക്റ്റീവ്സ്, ഇതൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ കണ്ണു തള്ളിയിരിക്കുകയാണ്. നമുക്ക് ഇതൊന്നും ഇല്ലല്ലോ. എന്നാ ലൈഫാണല്ലേ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ അതുപോലെ തന്നെ മെറ്റീരിയൽ സക്സസ് മാത്രമല്ല, അവരുടെ വീടിനകത്തുള്ള ഒരു റിലേഷൻഷിപ്പ്, ഇപ്പൊ അമ്മായിമ്മയും മരുമോളും തമ്മിലാണെങ്കിൽ എന്ത് ഫ്രണ്ട്ഷിപ്പ് ആണ് അല്ലെ? നമ്മളെ വീട്ടിൽ അങ്ങനെയാണോ? നമ്മളെ പരാതികളും പരിഭവങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇവര് എന്ത് കമ്പനിയായിട്ട് തോള് കൈയിട്ടിരിക്കുകയാണ്. അതുപോലെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള റിലേഷൻ, മക്കള് തമ്മിലുള്ള ഇൻലോസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കും, ഇങ്ങനെയുണ്ട് മനുഷ്യന്മാര്, എന്നാ ജീവിതമാണല്ലേ, ഭയങ്കര കളർഫുൾ ലൈഫ് ആണല്ലേ, അടിപൊളിയാണല്ലേ, ഇങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ എന്താണ് അവരുടെ റിയൽ ലൈഫ് വെച്ചിട്ട് നമ്മുടെ റിയൽ ലൈഫിനെ എങ്ങനെ അളന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അളക്കുന്നത് തന്നെയാണ് വലിയ പ്രശ്നം. കാരണം അത് റിയൽ ലൈഫാണ്, ഇത് റിയൽ ലൈഫാണ്. അത് ഒരു കോണ്ടന്റിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. പലപ്പോഴും നമ്മളത് മറന്നു പോകുന്നൊരു അവസരമാണ് ഉണ്ടാവുന്നത്. നമ്മൾ അതിനെ വെച്ചിട്ട് നമ്മുടെ ലൈഫിനെ ഇങ്ങനെ നിരന്തരം കമ്പയർ ചെയ്യും. അപ്പോ എന്താ സംഭവിക്കുക വെച്ചാൽ ഫോമോ സംഭവിക്കും. അതായത് ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. നമുക്ക് ഒന്നുമില്ല എന്നുള്ളൊരു നിരാശാപഥത്തിലേക്കാണ് അൾട്ടിമേറ്റ് നമ്മളത് കൊണ്ടെത്തിക്കുക. നമ്മളൊന്നും ആയില്ല, നമുക്കൊന്നുമില്ല, നമ്മളിപ്പോഴും ഈ പഴയ പോലെ തന്നെയുള്ള ഒരു ജീവിതമാണ്. നമ്മളെ ആരാ അറിയാ? നമ്മളെ ഈ ടവട്ടത്തിലുള്ളവർ മാത്രം അറിയും. നമുക്കിപ്പോ എന്താ ഉള്ളത് എന്നുള്ളൊരു ഒന്നുമില്ല എന്നുള്ളൊരു അതേ അവസ്ഥയിലേക്കാണ് അത് നമ്മളെ പിന്നെയും കൊണ്ടെത്തിക്കുക. കാരണം നമ്മുടെ കയ്യിൽ ബ്രാൻഡഡ് സാധനങ്ങളില്ല. നമ്മുടെ ലൈഫ് അത്രയും കളർഫുൾ അല്ല. നമ്മുടെ വീട്ടിലുള്ള റിലേഷൻഷിപ്പുകൾ അത്രയും കളർഫുൾ ആയിട്ട് നമുക്ക് തോന്നുന്നില്ല. ആ രീതിയിലേക്കാണ് നമ്മൾ എത്തുക. അതായത് ഒന്നുമില്ല എന്നുള്ളൊരു ആഹ് സംഗതിയിലേക്കാണ് നമ്മുടെ അൾട്ടിമേറ്റ് അത് എത്തുക. ഇതെന്ത് ചെയ്യുന്നത്? അതോടുകൂടി നമ്മുടെ ലൈഫിൽ നിന്ന് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സംഗതി അങ്ങ് പടി ഇറങ്ങിപ്പോകും. അല്ലെ? ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് എന്ത് കാര്യം, നമുക്കൊക്കെ ഒരുപാട് ദൈവാനുഗ്രഹം ഉണ്ട് ല്ലേ? പക്ഷെ അത് ഒക്കെ അനുഗ്രഹങ്ങളാണെന്ന് തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ സക്സസ്. നമുക്ക് എത്രത്തോളം ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടോ അത്രത്തോളം നന്മയും സന്തോഷവും പോസിറ്റിവിറ്റിയും നമ്മുടെ ലൈഫിൽ വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ഇപ്പൊ നമുക്ക് ഇന്ന് ഭക്ഷണം കഴിക്കാൻ അൽഹംദുലില്ലാ അതിനുള്ള ഒരു സംവിധാനം ഉണ്ടായിരിക്കും. ചിലപ്പോ എന്താണ് നമ്മുടെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നടന്നു പോകുന്നുണ്ടാവും. നമുക്ക് ജോലി ഉണ്ടാവും, നമുക്ക് വരുമാനം ഉണ്ടാവും. നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ ഓക്കെ, നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ നമ്മുടെ കൂടെ നിൽക്കുന്നവരായിരിക്കും. ചിലപ്പോ അവർ സ്നേഹമൊന്നും വല്ലാണ്ട് എക്സ്പ്രസ് ചെയ്തൊന്നും വരില്ല. പക്ഷെ അവരുടെ ഉള്ളിലുണ്ടാവും. ല്ലേ? എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ കൂടെ നിൽക്കുന്നവരാണ്.
അങ്ങനെയൊക്കെയാണ്. പക്ഷെ നമുക്കതെന്താണ്, അതൊക്കെ വലിയ വലിയ അനുഗ്രഹങ്ങളായിട്ട് ബ്ലെസ്സിങ്സ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം ഇതൊന്നും ഭയങ്കരമായിട്ട് ആരും എക്സ്പ്രസ് ചെയ്യുന്നില്ല. ഇതൊന്നും ആരും അങ്ങട്ട് മോഡിഫൈ ചെയ്തിട്ട് ഇങ്ങനെ പിന്നെ എക്സ്പോസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും എന്താണ്, നമുക്കൊന്നും ഇല്ല എന്നുള്ളൊരു നെഗറ്റീവ് ചിന്തയിലാണ് നമുക്ക് എപ്പോഴും നമ്മൾ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് പടിയിറങ്ങുന്നതോടുകൂടി എന്താണ്, നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ നെഗറ്റിവിറ്റി വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരു തരം എന്താണ്, ഡിപ്രസീവ് മൂഡിലേക്ക് എത്തുകയാണ്. ഈ സ്ട്രെസ്, ആൻസൈറ്റി, ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞത് ഇതിന്റെ ഒരു ബാക്കി പത്രമായിട്ട് ഇങ്ങനെ നമ്മളിലേക്ക് കയറി വരുന്ന സംഗതികളാണ് അല്ലെ. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളൊരു ഫൈറ്റ് ആൻഡ് ഫൈറ്റ് സിറ്റുവേഷനിൽ നമ്മളെ മൈൻഡ് ആൻഡ് ബോഡി എത്തുന്ന ഒരു അവസ്ഥ. അത് ഏകദേശം കുറച്ച് സമയങ്ങളൊക്കെ ചിലപ്പോൾ നിലനിൽക്കുള്ളൂ. പക്ഷെ ഈ ആൻസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താ, നാളെ കുറിച്ചുള്ള അമിതമായിട്ടുള്ള ഉത്കണ്ഠ, ഒരു പിന്നെ അങ്ങനെയാവോ ഇങ്ങനെയാവോ എന്നത് ഇങ്ങനെ വെറുതെ ആലോചിച്ചിരിക്കുന്ന അവസ്ഥ. ആലോചിച്ച് ഇങ്ങനെ വെപ്രാളപ്പെടുന്ന ഒരു അവസ്ഥ. ചിലപ്പോൾ അതിന് ഒരു കഴമ്പും ഉണ്ടാവില്ല. അതൊരു ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താ, സ്ഥായിയായിട്ടുള്ള വിഷമം, സങ്കടം, നിരാശ, അങ്ങനെ അവസ്ഥയിലിരിക്കുക. ഇതൊക്കെ എന്താ അറിയോ, സ്ട്രെസ് ചിലപ്പോൾ കുറച്ച് സമയത്തേക്കേ ഉണ്ടാവുള്ളൂ. പക്ഷെ ആൻസൈറ്റിയും ഡിപ്രഷനും ഒക്കെ പിന്നെ അത് ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ലൈഫ് ലോങ് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കുറേ സംഗതികൾ ഇതിന്റെ ബാക്കി പത്രമായിട്ട് നമ്മളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സൈബർ ബുള്ളിയിങ് ആണ്. പണ്ട് നമ്മൾ വിചാരിച്ച സെലിബ്രിറ്റികൾ മാത്രമാണ് ഇതിന്റെ ഇരകൾ എന്നാണ്. അങ്ങനെയല്ല, സാധാരണക്കാരൊക്കെ പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ സൈബർ ബുള്ളിയിങ്ങിന്റെ ഇരകളാണ്. അത് ഒന്നും വേണ്ട, നമ്മൾ ജസ്റ്റ് നമ്മുടെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്താൽ മതി. അതല്ലെങ്കിൽ നമ്മുടെ ഒരു കാര്യത്തിൽ ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരു വിഷയത്തിൽ ഒരു ഒപ്പീനിയൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. അതോടുകൂടി തീരുമാനമായി. പിന്നെ പലരും അതിനകത്ത് കമന്റ് ബോക്സ് ചിലപ്പോൾ തുറക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് നമ്മളെത്തും. പിന്നെ ഫാമിലിയുടെ കൂടെ അല്ലെങ്കിൽ കുട്ടികളുടെ കൂടെ നിൽക്കുമ്പോൾ വായിക്കാൻ നമ്മൾ അറക്കുന്ന തരത്തിലുള്ള അത്രയും സംസ്കാര ശൂന്യമായിട്ടുള്ള വേർഡ്സ് ഉപയോഗിച്ചിട്ടായിരിക്കും പലപ്പോഴും നമ്മുടെ കമന്റ് ബോക്സ് കാണും. ഇത് വായിക്കുന്നതോടുകൂടി ആ വ്യക്തി തകർന്ന് തരിപ്പണമാവാണ്. അയാളെ പറ്റ ഡൗൺ ആവാണ്, ഒരു ഡിപ്രസീവ് മൂഡിലേക്കായിട്ട് എത്തുകയാണ്. പിന്നെ അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുക എന്ന് പറഞ്ഞാല് മാസങ്ങൾ, വർഷങ്ങൾ എടുക്കും ചിലപ്പോൾ ചിലർക്ക്. കാരണം അത്രയും തകർത്തിട്ട് അയാൾക്ക് ഒരു തരത്തിലും അയാളുടെ മൈൻഡിനെ പവർഫുൾ അല്ലാത്ത രീതിയിൽ അയാളെ അങ്ങോട്ട് ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥയിലോട്ട് അത് എത്തിക്കാനുള്ള ഒരു കരുത്ത് ഈ സൈബർ ബുള്ളിയിങ്ങിനുണ്ട്. അതെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയുടെ വലിയൊരു ദൂഷ്യവശമാണ്. നമുക്കത് പറയാണ്ടിരിക്കാൻ വയ്യ. കാരണം അത് അനുഭവിക്കുന്നവർക്കാണ് മനസ്സിലാവുക. അതിന്റെ ഇരകൾ നമ്മൾ അതും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കാണുന്നു, അതിനിരയായിട്ടുള്ളവരുടെ കാര്യങ്ങളൊക്കെ. അപ്പൊ അത് എത്രത്തോളം നമുക്ക് ഇതിന്റെ ബെനിഫിറ്റ് ഉണ്ടോ അത്രത്തോളം ഇതിന്റെ നെഗറ്റീവ് സൈഡും. അതുപോലെ തന്നെ അതുപോലെയോ അല്ലെങ്കിൽ അതൊക്കെ മേലെയോ ആയിട്ടുള്ള വേറൊരു നെഗറ്റീവ് വശമാണത് മൊബൈലിന്റെ ഒരു അഡിക്ഷൻ ലൈക്ക് ബിഹേവിയർ. ഇതിന്റെ വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു മദ്യത്തിനോ മയക്കുമരുന്നിനൊക്കെ അഡിക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അയാളുടെ ചുറ്റുമുള്ളവർക്ക് മനസ്സിലാവും, ഓക്കെ ഇയാൾ ഇതിന് അഡിക്റ്റ് ആണ്, നമ്മൾ ഇയാളെ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയിട്ടാക്കണം, ഇയാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് ചുറ്റുള്ള മനുഷ്യർ വിചാരിക്കും. അതിനുള്ള ശ്രമങ്ങളൊക്കെ നടക്കും. പക്ഷെ മൊബൈലിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് അഡിക്റ്റ് ആയി ആ വ്യക്തിയും മനസ്സിലാക്കുന്നില്ല, ചുറ്റുമുള്ളവർ മനസ്സിലാക്കാൻ വളരെ വൈകും. പക്ഷെ നമ്മുടെ ഉള്ളിൽ കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും. ഇതിന്റെയൊക്കെ പിന്നിലുള്ള റീസൺ എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല. അൾട്ടിമേറ്റ് അത് സോഷ്യൽ മീഡിയന്റെ ഓവർ യൂസേജ് ആയിരിക്കും, സ്ക്രോളിംഗ് കൂടുന്നതൊക്കെ ആയിരിക്കും. പക്ഷെ നമ്മൾ ആ സമയത്ത് അത് തിരിച്ചറിയില്ല, നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പൊ ഒരു റീൽ കണ്ടിട്ടുണ്ട്, പിന്നെ ChatGPT ചോദിക്കുകയാണ്, അതായത് ഒരു കമ്മ്യൂണിറ്റിയെ നശിപ്പിക്കാനായിട്ട് നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്കൊരു ഡെവിളിന്റെ പോസ്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അവരെ നശിപ്പിക്കാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ആൻസറാ പറയുന്നത്, നമ്മളെ ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഉത്തരം. അതായത് ഇങ്ങനെ പറയുന്നത്, ഞാൻ ഒരിക്കലും അവരെ കത്തിയെടുത്തിട്ട് കുത്താനോ പിന്നെ അല്ലെങ്കിൽ രക്തച്ചൊരിച്ചിലുകളിലൂടെ, ബോംബാക്രമണത്തിലൂടെ, മിസൈൽ വിക്ഷേപിച്ചിട്ടോ ഞാൻ ആ ജനറേഷനെ നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് ഞാൻ അവർക്ക് ഒരു മൊബൈൽ ഫോൺ കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, പിന്നെ ഞാൻ അവരുടെ ഒരു കാര്യത്തിലും ഇടപെടില്ല. അപ്പൊ അവരെന്താ മനസ്സിലാക്കുക, ഓക്കെ ഞങ്ങൾക്ക് നല്ല ഫ്രീഡം ഉണ്ട്, ഞങ്ങളെല്ലാം കൊണ്ട് ഭാഗ്യവാന്മാരാണ്, ഞങ്ങൾ ആരും ഒന്നിനും ശല്യപ്പെടുത്താൻ വരുന്നില്ല, ഞങ്ങൾക്ക് എല്ലാത്തിനും ഫ്രീഡം ഉണ്ട് എന്നുള്ള രീതിയിലാണ് അവർ മനസ്സിലാക്കുക. പക്ഷെ അവരെ തിരിച്ചറിയുന്നില്ല, അവർ സ്ക്രോൾ ചെയ്ത് അവരുടെ ലൈഫ് ഇങ്ങനെ സ്പോയിലാക്കിക്കൊണ്ടിരിക്കുകയാണ്, അവരുടെ ടൈം വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ടൈമിനെ എങ്ങനെ അവർ ഇഞ്ചിഞ്ചായിട്ട് കൊന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുന്നില്ല. കാരണം നമ്മൾ പ്രൊഡക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കേണ്ടുന്ന നമ്മുടെ ഏറ്റവും വിലപ്പെട്ട സമയത്തെ, ആരോഗ്യത്തെ ഒക്കെയാണ് നമ്മൾ എന്ത് സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്തിട്ട് കൊന്നുകൊണ്ടിരിക്കുന്നതെന്ന് അവർ മനസ്സിലാക്കുന്നില്ല എന്നൊരു രീതിയിലാണ് റീൽ അവസാനിപ്പിക്കുന്നത്. നമുക്കത് ചിന്തിച്ചു പോകും ശരിക്കും നമ്മൾ ആ ഒരു റീൽ കാണുമ്പോൾ. അപ്പൊ അതന്നെയാണ് പറയാനുള്ളത്. നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഗ്രാറ്റിഫിക്കേഷൻ കിട്ടിക്കൊണ്ടിരിക്കും ഇല്ലേ. ഇപ്പൊ നമ്മളൊരു എക്സാം എഴുതി റിസൾട്ടിന് നമ്മൾ വെയിറ്റ് ചെയ്യണം, അതല്ലെങ്കിൽ നമ്മളൊരു
പ്രോഗ്രാമിൽ പങ്കെടുത്തില്ല, അതിന്റെ റിസൾട്ടിന് ഈവൻ വൈകുന്നേരം ആ പ്രോഗ്രാം കഴിയുന്നത് വരെയെങ്കിലും നമുക്ക് വെയിറ്റ് ചെയ്യണം. അങ്ങനെ ഓരോ സമയത്തിന് ഒരു നിശ്ചിത പീരീഡ് ഓഫ് ടൈം ഉണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാൻ. പക്ഷെ മൊബൈലിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയെ സംബന്ധിച്ചിടത്തോളം വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞൊരു പരിപാടിയേ ഇവിടെ ഇല്ല. വെയിറ്റ് ചെയ്യാൻ ആർക്കും ആവില്ല. ഇപ്പോഴത്തെ ജനറേഷൻ നമ്മളടക്കമുള്ള ആളുകൾ എന്താണ് വെയിറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. കാരണം എന്താന്ന് വെച്ചാൽ നമ്മള് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നിടത്ത് തന്നെ അതിന്റെ കാര്യം. കാരണം ഒരു മിനിറ്റിനുള്ളിൽ എത്ര റീലാണ്, എത്ര പിന്നെ ഷോർട്സ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വിഷ്വൽസ് ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള കോണ്ടന്റ് ഇങ്ങനെ കൺമുമ്പിലൂടെ വന്നുകൊണ്ടേയിരിക്കുകയാണ് കുറഞ്ഞ ടൈമിനുള്ളിൽ തന്നെ. അപ്പൊ അതിങ്ങനെ വരുമ്പോ നമുക്ക് ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്താൽ മതി. ജസ്റ്റ് നമ്മുടെ ഫോട്ടോ ഒന്ന് പോസ്റ്റ് ചെയ്യേ വേണ്ടുള്ളൂ. അപ്പോഴേക്കും തന്നെ പിന്നെ അതിന്റെ നോട്ടിഫിക്കേഷൻസ് പോസ്റ്റ് ചെയ്യുന്നതോട് കൂടി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ബ്രെയിനിൽ നമ്മള് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ മാത്രം ആക്റ്റീവ് ആകുന്ന ഒരാളുണ്ട്, വെൻട്രൽ സ്ട്രൈറ്റ് എന്ന് പറഞ്ഞിട്ട്. അതായത് ഡോപ്പാമിൻ റിലീസ് ആവുന്ന ആ ഒരു ഏരിയ. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അവിടെ ഡോപ്പാമിൻ റിലീസ് ആവും. കാരണം നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്കൊരു തരം നോവൽറ്റി ആൻഡ് ക്യൂരിയോസിറ്റി ആണ്. എന്തായിരിക്കും അതിപ്പോ, ലൈക്ക് ആണോ, കമന്റ് ആണോ, അല്ലെങ്കിൽ റീപോസ്റ്റ് ചെയ്താണോ, ഷെയർ ചെയ്താണോ, എന്തായിരിക്കും അത്? ഈ ഒരു ക്യൂരിയോസിറ്റിയിലാണ് നമ്മൾ ആ നോട്ടിഫിക്കേഷൻ ഓപ്പൺ ആക്കാൻ പോകുന്നത്. അപ്പൊ ഒരാൾ ലൈക്ക് അടിക്കുമ്പോൾ ഇയാളൊക്കെ ഇപ്പൊ എന്റെ ഫോട്ടോക്ക് ലൈക്ക് അടിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇത്ര പിന്നെ വ്യൂ ഉണ്ട് അതിന്, ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള ചിന്തയിലാണ് നമ്മൾ അത് തുറക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോരാനും നമുക്ക് സമയം ഉണ്ടാവില്ല. അപ്പോഴേക്ക് പിന്നെ അടുത്ത നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മൾ അതിനകത്ത് തന്നെ ഇത് കണ്ടിട്ട് ഇങ്ങനെ പുളകം കൊള്ളുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. മാത്രല്ല നമുക്ക് ഡോപ്പമിൻ റിലീസ് ആകുമ്പോൾ നമ്മൾ എന്ത് ആക്ടിവിറ്റി ആണോ ചെയ്തത്, ആ ആക്ടിവിറ്റി ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി നമുക്ക് ഭയങ്കരമായിട്ട് കൂടും. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തപ്പോഴല്ലേ നമുക്ക് ഡോപ്പമിൻ റിലീസ് ആയത്. സ്വാഭാവികമായിട്ട് നമ്മൾ വീണ്ടും പോസ്റ്റ് ചെയ്യും. പിന്നെ ഒരു റീൽ ആയിരിക്കും, പിന്നെ ഒരു ഷോർട്ട് ആയിരിക്കും, പിന്നെ ഫോട്ടോ ആയിരിക്കും, പലതായിട്ട് നമ്മൾ ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് നമുക്ക് ഇൻകം ഒന്നും കിട്ടുന്നില്ല. വെറുതെ ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ മാത്രമാണ് ചെയ്യുന്നത്. അപ്പോ എന്താണ്, ഡോപ്പമിന്റെ റിലീസ് ഇങ്ങനെ കൂടി 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 വരികയാണ്. നമുക്ക് ഓരോ ലൈക്കിലും ഡോപ്പമിൻ റിലീസ് ചെയ്യുന്നത്, നമ്മൾ കാണുന്ന ഓരോ ഷെയറും കമന്റിലും ഒക്കെ എന്താണ്, ഡോപ്പമിൻ റിലീസ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ബോഡിയെ സംബന്ധിച്ചിടത്തോളം ഡോപ്പമിന്റെ ലെവല് വളരെ അധികം എന്താണ് കൂടി കൂടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക. അതുപോലെ നമ്മള് ഗെയിമിംഗ് ആപ്പുകൾ ഉപയോഗിക്കുമ്പോൾ, ഗെയിമിംഗ് ആപ്പുകളിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ലെവൽസ് ആയിട്ടുണ്ടാവും അല്ലെ. ഒരു ലെവൽ അച്ചീവ് ചെയ്ത് അടുത്ത ലെവലിലോട്ട് എത്തുമ്പോൾ നമുക്ക് ഇതേപോലെ ഡോപ്പമിൻ റിലീസ് ആവും. അപ്പൊ നമുക്ക് വീണ്ടും അത് ചെയ്യാനുള്ള ടെൻഡൻസി കൂടും. നമ്മൾ വീണ്ടും വീണ്ടും അത് കളിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ ഫീഡ്ബാക്ക് ലൂപ്പ് കാണുമല്ലോ. അപ്പൊ നമ്മുടെ ഒരു പെർഫോമൻസിന്റെ ലെവലൊക്കെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഓക്കെ, ഞാൻ ഇത്രയൊക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ട്, അപ്പൊ എനിക്ക് ഇനിയും കളിക്കാൻ പറ്റും. അപ്പൊ എന്താണ്, പിന്നെ അത് തന്നെ ചെയ്യാൻ തോന്നും. അതുപോലെ നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അവരുമായിട്ട് നമ്മൾ, അപ്പൊ അവരിതിനേക്കാൾ വലിയ ലെവൽ അച്ചീവ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് പിന്നെ കളിക്കണം, അവരുടെ ലെവലിലേക്ക് എത്തണം എന്നുള്ളൊരു ആഗ്രഹം. പിന്നെ നമ്മൾ എന്താണ്, സോഷ്യൽ മീഡിയ ഗെയിമിംഗ് ആപ്പുകൾ ഉപയോഗിക്കും. അപ്പൊ വീണ്ടും എന്താണ്, ഡോപ്പമിന്റെ റിലീസ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുക. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഡോപ്പാമിന് നമ്മൾ പോലും അറിയാതെ നമ്മൾ എന്ത് ചെയ്യും, നമ്മളിങ്ങനെ മൈൽഡ് അഡിക്ഷൻ വരും. പിന്നെ അത് എക്സസീവ് യൂസ് ആവുമ്പോൾ, എക്സസീവ് സ്ക്രോളിംഗ് ആവുമ്പോൾ എന്താണ്, ഭയങ്കരമായിട്ട് നമ്മൾ അതിന് അഡിക്റ്റ് ആയി പോകുന്ന ഒരു സാഹചര്യത്തിലോട്ടാണ് നമ്മൾ എത്തിക്കഴിയുന്നത്. ഇങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിന്റെ അഡിക്ഷൻ പോലും ആർക്കും മനസ്സിലാവില്ല. അതായത് ബാക്കിയുള്ള പിന്നെ മദ്യത്തിനോ സംഗതികൾക്കൊക്കെ അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ അയാളുടെ ബിഹേവിയർ ഉണ്ടാവുന്ന ചേഞ്ച് കാരണം എല്ലാവർക്കും മനസ്സിലാവും. അത് വിസിബിൾ ആണ് ആ ചേഞ്ച്. പക്ഷെ മൊബൈൽ ഫോണിന് അഡിക്റ്റ് ആയാൽ അതിന്റെ പിന്നെ മാറ്റങ്ങളൊക്കെ അയാളുടെ ഉള്ളിലാണ് നടക്കുന്നത്. അയാളുടെ ഉള്ളിലുള്ള കുറെ സംഗതികളെയാണ് മൊബൈൽ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പൊ ആദ്യമായിട്ട് മോഷ്ടിക്കപ്പെടുന്ന സാധനം എന്താ, സ്ലീപ്പാണ് അല്ലെ. പണ്ടൊക്കെ നമ്മൾ ഒരു 10 മണിയാകുമ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ലൈറ്റ് ആണ്. 12 മണി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അർദ്ധരാത്രിയാണ് അല്ലെ. ഇന്ന് അർദ്ധരാത്രി എന്ന് പറഞ്ഞ സംഗതിയേ ഇല്ല. 12:30 ആകുമ്പോൾ എല്ലാ വീടുകളിലും ലൈറ്റ് ഉണ്ടാവും. 1 മണിയാകുമ്പോൾ നമ്മൾ ഇങ്ങനെ ആലോചിക്കുന്നുള്ളൂ, ഒന്ന് ഉറങ്ങണോ വേണ്ടയോ എന്നുള്ളത് അല്ലെ. ആ ഒരു രീതിയിലോട്ട് എല്ലാവരും എത്തി. അപ്പൊ നമ്മൾ എന്താണ്, നമ്മുടെ സ്വാഭാവികമായിട്ട് നമ്മളിങ്ങനെ മൊബൈൽ ഓൺ ആക്കിയിരിക്കുമ്പോൾ ഈ ബ്ലൂ ലൈറ്റ് നമ്മുടെ റെറ്റിനയിൽ ഒന്ന് പതിയാണ്. അത് ബ്രെയിനിലോട്ട് സിഗ്നൽ കൊടുക്കുകയാണ്. എന്താ കൊടുക്കുക, ഓക്കെ പകലാണിപ്പോ, ലൈറ്റ് ഉണ്ട്, മുതലാളിക്ക് ഇപ്പൊ ഉറങ്ങേണ്ട ആവശ്യമില്ല, അവിടെ എന്താണ് മെലാറ്റോണിൻ കുറച്ച് മതി എന്നുള്ളൊരു സിഗ്നലാണ് അങ്ങോട്ട് കിട്ടുക. സ്വാഭാവികമായിട്ട് രാത്രിയാകുമ്പോൾ മെലാറ്റോണിന്റെ പ്രൊഡ്യൂസ് കൂടിയല്ലേ നമ്മൾ ഉറങ്ങുള്ളൂ. മെലാറ്റോണിൻ ലൈറ്റ് കിട്ടുന്നതോടുകൂടി മെലാറ്റോണിന്റെ അളവ് കുറയും, നമ്മളുടെ ഉറക്കം അവിടെ സ്റ്റോപ്പ് ആവും. നമ്മുടെ നല്ല ഉറക്കം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ ഉള്ള കോഗ്നിറ്റീവ് പ്രോസസ്സുകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സംഗതിയാണ് ഉറക്കം എന്ന് പറയുന്നത് അല്ലേ. നമുക്ക് അത്രയും അത്യാവശ്യമായിട്ടുള്ള കാര്യം. ഉറക്കം നിലനിൽക്കുന്നതോടുകൂടി തന്നെ നമുക്ക് തന്നെ പലതരത്തിലുള്ള ബിഹേവിയറൽ ചേഞ്ചുകൾ വരും. നമ്മുടെ
നമുക്ക് ശരിക്കും ഒന്ന് ഉറക്കമൊഴിച്ച് നമുക്ക് ദേഷ്യം വരില്ലേ, പിറ്റത്തെ ദിവസം ഉറക്കം കിട്ടില്ലേ, പല കാര്യങ്ങളും നമ്മൾ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള കുറെ ഇഷ്യൂസ് നമ്മുടെ വർക്ക് പ്ലേസിലായിക്കോട്ടെ, വീട്ടിലായിക്കോട്ടെ, നമ്മൾ അറിയാണ്ട് പോലും നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരിക, അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടാവും. അതിന്റെയൊക്കെ റീസൺ ഇവിടെ കിടക്കുന്നത് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് ഉറക്കം നഷ്ടപ്പെടുത്തുന്നതുകൊണ്ടാണ്. അതുപോലെ നമ്മുടെ മെമ്മറി, അല്ലെ, മെമ്മറി റിലേറ്റഡ് ആയിട്ടുള്ള കോഗ്നേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് എപ്പോഴാണ്? ഉറക്കത്തിലാണ്. ഇതൊന്നും മര്യാദയ്ക്ക് അതിന്റെ പ്രോസസ്സിംഗ് നടക്കില്ല. കാരണം ഉറക്കം കിട്ടുന്നില്ലല്ലോ. ഉറക്കം കിട്ടാതെ എങ്ങനെയാണ് ഇതിന്റെ പ്രോസസ്സിംഗ് നടക്കുക? അപ്പൊ അത് നമ്മുടെ മെമ്മറിയെ ബാധിക്കും, നമ്മുടെ ബിഹേവിയറൽ ചേഞ്ചുകളെ ബാധിക്കും, നമ്മുടെ ഫിസിക്കൽ മെന്റൽ ഹെൽത്തിനെയൊക്കെ ഈ സ്ലീപ്പ് നഷ്ടപ്പെടുന്നതോടുകൂടി അതിനൊക്കെ അത് ബാധിക്കാം. അതുപോലെ ഉറക്കം മോഷ്ടിച്ചെടുക്കുന്നത് പോലെ തന്നെ നമ്മുടെ അറ്റൻഷനെ വല്ലാണ്ട്, നമ്മുടെ ശ്രദ്ധയെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന ഒരാളാണ് മൊബൈൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അതിപ്പോ എന്താ ഇങ്ങനെ, നമുക്ക് എന്നാൽ നമ്മൾ നോർമൽ ആൾക്കാരല്ലേ, നമ്മൾ കുട്ടികളൊന്നും അല്ലല്ലോ, പിന്നെ എങ്ങനെ ഇപ്പൊ ശ്രദ്ധയെ മോഷ്ടിച്ചുകൊണ്ട് പോവാ, ആ രീതിയിലൊക്കെ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും. അങ്ങനല്ല. അതായത് നമ്മൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക അല്ലെ, കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ പല 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 കാര്യങ്ങളാണ് കാണുന്നത്. അതായത് നമ്മൾ കാണുന്ന റീൽസിന്റെ ഒക്കെ സെക്കൻഡുകൾ മാത്രമാണ് അതിന് ടൈം ഉള്ളത്. അപ്പൊ നമ്മുടെ ശ്രദ്ധയും അങ്ങനെ ആയി മാറും. കാരണം നമ്മളിത് കാലങ്ങളായിട്ട് ഇതിങ്ങനെ ഉപയോഗിക്കുകയാണ്. അപ്പൊ നമ്മുടെ ബ്രെയിൻ അങ്ങനെ ട്രെയിൻഡ് ആയി. എന്ത്, കുറച്ച് കുറച്ച് ശ്രദ്ധിച്ചാൽ മതി എല്ലാത്തിലും. ഒരുപാട് ഡീപ്പ് ഫോക്കസിലോട്ട് അല്ലെങ്കിൽ ഒരു കോൺസെൻട്രേഷൻ ലെവലിലോട്ട് നമുക്ക് എത്താൻ കഴിയില്ല. ഒരിക്കലും ഡീപ്പായിട്ട് ഒന്നിലോട്ട് ഇറങ്ങി ചെല്ലാൻ നമുക്ക് കഴിയില്ല. കാരണം നമ്മൾ ഈ റീൽ കുറച്ചു നേരം കാണുമ്പോൾ നമുക്ക് ബോറടിക്കും. നമ്മൾ വേഗം സ്ക്രോൾ ചെയ്തു അടുത്ത് നോക്കും, വീണ്ടും സ്ക്രോൾ ചെയ്ത് അടുത്ത് നോക്കും, അല്ലെങ്കിൽ നമ്മൾ സ്പീഡ് കൂട്ടും. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പേഷ്യൻസ് ഇല്ലാതാവുകയാണ്, നമുക്ക് ഒന്നിലോട്ടും ഫോക്കസ് നഷ്ടപ്പെടുകയാണ്. അത് നമുക്ക് മനസ്സിലാവുക എപ്പോഴാണെന്നറിയാം, നമ്മൾ ഡീപ്പായിട്ട് ഒരു റീഡിങ്ങിനോ അല്ലെങ്കിൽ ലേണിങ്ങിനോ ഒക്കെ ഇരിക്കുമ്പോഴാണ് നമുക്ക് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ബോറടിച്ചു തുടങ്ങും. നമുക്ക് ഇങ്ങനെ തിരിഞ്ഞു കളിക്കും. നമ്മൾ മൾട്ടി ടാസ്കിങ് ആണ്, അല്ലെ? മൊബൈൽ ഉപയോഗിച്ച് എന്താണ്, നമ്മൾ മൾട്ടി ടാസ്കിങ് ആ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം മൊബൈലിൽ നമ്മൾ അങ്ങനെയാണ്, ഒന്ന് കണ്ട അടുത്ത സ്ക്രോൾ ചെയ്യും, അടുത്ത സ്ക്രോൾ ചെയ്യും, ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നിടത്ത് ഒന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല. നമ്മുടെ ഒരു റീഡിങ്, നോൺ ഡിജിറ്റൽ ആക്ടിവിറ്റീസ് ഒന്നും എൻഗേജ്ഡ് ആവാൻ നമുക്ക് പറ്റില്ല. അതിലൊന്നും ഒരു ആനന്ദം കണ്ടെത്താൻ നമുക്ക് പറ്റില്ല. ഒരു കുറച്ചു നേരം, ഒരു സെക്കൻഡുകൾ ചെയ്യുമ്പോഴേക്കും നമുക്കത് ബോറടിച്ചു തുടങ്ങും. ഒന്ന് വായിക്കാനിരിക്കുമ്പോഴേക്കും നമ്മൾ ഇങ്ങനെ ഒരു 5 മിനിറ്റ് വായിക്കുമ്പോഴത്തേക്ക് നമ്മൾ തിരിഞ്ഞു കളിക്കാൻ തുടങ്ങും. നമ്മൾ അതോടുകൂടി നമ്മൾ ആകെ ഓവർവെൽമിഡ് ആവും. കാരണം നമ്മൾ നന്നായിട്ട് പഠിച്ചിരുന്ന വ്യക്തിയാവും, നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ അറിയാമായിരിക്കും, നമുക്ക് ഒരുപാട് ഗോൾസ് ഉണ്ടാവും, അത് അച്ചീവ് ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടാകും. പക്ഷെ ആദ്യമൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇപ്പൊ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നില്ല. അതിന്റെ റീസൺ നമുക്ക് പോലും മനസ്സിലാവില്ല. ഇതിപ്പോ എന്താ ഞാൻ ഇങ്ങനെ ആയത്, നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ആകെ കൂടി ഓവർവെൽമിഡ് ആവും. അതിനുള്ള കാരണം കിടക്കുന്നത് ഇവിടെയാണ്. നമ്മുടെ ശ്രദ്ധയെ മൊബൈൽ എന്നോ മോഷ്ടിച്ചോണ്ടെടുത്തു പോയി. നമ്മൾ അത് അറിഞ്ഞിട്ട് പോലും ഇല്ല ഇപ്പോഴും, അല്ലെ? അപ്പോ ഈ ഉപരിതലത്തിലൂടെയുള്ള ഒരു ശ്രദ്ധ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഈ ശ്രദ്ധ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് എന്താണെന്നറിയാം, അപ്പൊ നമ്മുടെ വീട്ടില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുറി എന്ന് പറയുന്നത് എന്താണെന്നറിയാം, നമ്മുടെ ഡൈനിങ് ഹാളാണ്, അല്ലെ? ഈ ഡൈനിങ് ഹാളിൽ നിന്നാണ് എല്ലാ ബെഡ്റൂമിലോട്ടും എൻട്രൻസ് ഉള്ളത്, ബാത്റൂമിലോട്ട് എൻട്രൻസ് ഉള്ളത്, കിച്ചണിലോട്ട് എൻട്രൻസ് ഉള്ളത്. അങ്ങനെ സകല സ്ഥലത്തേക്കും ഒരു എൻട്രൻസ് ഡൈനിങ് ഹാളിൽ നിന്നുണ്ടാവും, ഡൈനിങ് ഏരിയയിൽ നിന്നുണ്ടാവും. അപ്പൊ എന്താണ്, നമ്മുടെ ബ്രെയിനിനെ നമ്മളൊരു വീടായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ ഡൈനിങ് ഏരിയ ആണ് കോഗ്നിറ്റീവ് സ്കില്ലുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ കോഗ്നിറ്റീവ് സ്കില്ല് നമ്മുടെ ചിന്തയായിട്ട്, മെമ്മറി ആയിട്ട്, അങ്ങനെയുള്ള പിന്നെ ഡിസിഷൻ മേക്കിംഗ്, പ്ലാനിങ്, അങ്ങനെയുള്ള എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കിടക്കുന്നത് എവിടെയാണ്? കോഗ്നിറ്റീവ് സ്കില്ലിലാണ്, അല്ലെ? അപ്പൊ ഇത് നല്ല രീതിയിൽ നടന്നാലാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്കൊരു കാര്യം പഠിച്ചെടുക്കാൻ പറ്റുക, ഒരു കാര്യം പ്ലാൻ ചെയ്യാൻ പറ്റുക, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുക, കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റുക. ഇതൊക്കെ കോഗ്നിറ്റീവ് സ്കില്ലൊക്കെയാണ്. ഇനി എങ്ങനെയാണ് ഈ കോഗ്നിറ്റീവ് സ്കിൽ എന്ന് പറയുന്നത് ഡൈനിങ് ഹാളിലോട്ട് എങ്ങനെയാണ് നമ്മൾ എത്തുക? അങ്ങോട്ടൊരു എൻട്രൻസ് ഇല്ലേ? വീടിന്റെ ആദ്യത്തിലുള്ള ഭാഗം ഡൈനിങ് ഹാൾ അല്ലല്ലോ എന്തായാലും, അത് സിറ്റ് ഔട്ട് അല്ലേ? അപ്പൊ ഈ സിറ്റ് ഔട്ട് എന്താണ്? നമ്മുടെ ബ്രെയിനിന്റെ സിറ്റ് ഔട്ട് ആണ് അറ്റൻഷൻ എന്ന് പറയുന്നത്. അറ്റൻഷൻ ഉണ്ടായാൽ മാത്രമേ നമുക്ക് ബാക്കി എല്ലാ കോഗ്നിറ്റീവ് സ്കില്ലുകളും ഉണ്ടാകുന്നുള്ളൂ. ടെൻഷൻ ഉണ്ടായാൽ മാത്രമേ ലേണിംഗ് നടക്കുള്ളൂ. ടെൻഷൻ ഉണ്ടായാലേ ഡിസിഷൻ ആയിട്ട് നമുക്ക് നല്ല കാര്യങ്ങൾ ആലോചിച്ച് ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് നമ്മുടെ എക്സിക്യൂട്ടീവ് ഫംഗ്ഷനിങ് എല്ലാം നടക്കണമെങ്കിൽ എന്ത് വേണം? ടെൻഷൻ വേണം. ടെൻഷൻ ഉണ്ടായാലേ ബാക്കി കാര്യങ്ങൾ മുഴുവൻ നടക്കുള്ളൂ. അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അറ്റൻഷൻ എന്ന് പറയുന്നത്. ഈ അറ്റൻഷനെയാണ് നമ്മളെടുത്ത് നിന്ന് മൊബൈല് മോഷ്ടിച്ചു കൊണ്ടുപോയത്. ഇനി നമുക്കൊരു കാര്യം ഡീപ്പായിട്ട് പഠിക്കാൻ പറ്റില്ല. അവിടെയാണ് അടുത്ത വിഷയം വരുന്നത്. ഡീപ്പ് ലേണിങ്ങിനെ അത് ബാധിക്കും. നമുക്കൊരു വിഷയത്തിനും ഡീപ്പായിട്ട് പഠിക്കാൻ പറ്റില്ല, ഡീപ്പായിട്ട് അന്വേഷിക്കാൻ പറ്റില്ല. അതിനെക്കുറിച്ച് ഇരുന്ന് ഒന്നിനും എന്താണ് ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ തളർന്നു പോകും. അതുപോലെ ഈ ഒരു മിനിറ്റിനുള്ളിൽ തന്നെ ഒരുപാട് റീലും ഇതിങ്ങനെ ഇൻഫർമേഷന്റെ ഒരു ഓവർലോഡാ വന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെ?
വിഷ്വൽസ് ഇങ്ങനെ കണ്ണിലൂടെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ബ്രെയിനിന്റെ കപ്പാസിറ്റിക്ക് അപ്പുറത്തുള്ള വിഷ്വൽസും കോണ്ടന്റ്സും നമ്മളെ ഫ്രണ്ടൽ ലോബിൽ വന്നിട്ട് നിറയാം. അവിടുന്നാണല്ലോ കോഡിങ് നടന്നിട്ട് നമ്മളെ എന്താണ് ലോങ് ടേം മെമ്മറിയിലോട്ട് പോവേണ്ടത്. പക്ഷെ ആ പ്രോസസ്സ് വേണ്ട രീതിയിൽ നടക്കില്ല. കാരണം എന്താണ്, ബ്രെയിനിന് പ്രോസസ് ചെയ്യാൻ പറ്റുന്നതിന് അപ്പുറത്തേക്കാണ് ഒരു ഇൻഫർമേഷന്റെ ഒരു ഓവർലോഡ് നടക്കുന്നത്. അപ്പൊ അവിടെ എന്താണ് മര്യാദക്ക് നമുക്ക് മെമ്മറി കിട്ടാത്തതിന്റെ ഒരു പ്രശ്നം അതാണ്. ഡീപ്പ് ലേണിംഗ് നടക്കാത്തത്, ഇൻഫർമേഷന്റെ ഓവർലോഡ് വരുന്നത്, അതുപോലെ എന്താണ് നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുന്നത്, ഇതൊക്കെ നമ്മുടെ മെമ്മറിയെ അൾട്ടിമേറ്റ് ആയിട്ട് ബാധിക്കും. അപ്പൊ നമുക്ക് എങ്ങനെയാ പഠിക്കാൻ പറ്റുക? ശ്രദ്ധയില്ല, ഉറക്കവും ഇല്ല, മെമ്മറി ഇല്ല. പിന്നെ എങ്ങനെയാണ് നമ്മളൊരു കാര്യത്തിൽ ഡീപ്പ് ലേണിംഗ് നടത്തുക? അപ്പൊ അത് ഒന്നും നടക്കില്ല. അതായത് ക്രിയേറ്റീവ് ആയിട്ട് ജീവിക്കണം, മരിക്കുന്നതിന് മുമ്പ് ഒരു എന്റേതായിട്ടുള്ള ഒരു കയ്യൊപ്പ് ചാർത്തണം എന്ന് വിചാരിക്കുന്ന ഒരു മനുഷ്യന് ഒരിക്കലും ആ ലെവലിലോട്ട് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ അയാൾ പോലും അറിയാതെ സ്റ്റക്ക് ആക്കി കളയുന്ന ഒരാളാണ് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അൺലിമിറ്റഡ് സ്ക്രോളിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മൊബൈലിൽ ഒരിക്കലും നമ്മളെ നിയന്ത്രിക്കാൻ അനുവദിക്കരുത്. നമ്മൾ മൊബൈലിനെ നിയന്ത്രിക്കണം. അതിന് നമുക്ക് കുറച്ച് ടിപ്സ് ഒക്കെ ഉണ്ട്. എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? നമുക്ക് അലാം സെറ്റ് ചെയ്യാം, അല്ലെ? ഓരോ ആപ്പിലും അലാം സെറ്റ് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ഒരൊറ്റ അലാം വെക്കാം. ഇത്ര ടൈമേ ഞാൻ മൊബൈൽ ഉപയോഗിക്കുള്ളൂ, നമ്മളൊരു പ്രതിജ്ഞ എടുത്താൽ മതി. അങ്ങനെ മാത്രമേ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഡിജിറ്റൽ ഡീടോക്സ് ഹവേഴ്സ്, ആദ്യം ഡിജിറ്റൽ ഡീടോക്സ് ഹവേഴ്സ് പ്ലാൻ ചെയ്യാം. ഇന്ന് ഇത്രയും ടൈം ഞാൻ മൊബൈൽ യൂസ് ചെയ്യില്ല, അങ്ങനെ വിചാരിക്കാം. അങ്ങനെ തീരുമാനിച്ച് ഉറപ്പിച്ചെടുക്കാം. പിന്നെ എന്താക്കാം? ക്രമേണ നമുക്കത് ഡിജിറ്റൽ ഡീടോക്സ് ഡേയ്സ് ആക്കി മാറ്റാം, അല്ലേ? കുറച്ച് ദിവസം ഉപയോഗിക്കുന്നില്ല, പർപ്പസ്ഫുള്ളി ഉപയോഗിക്കാം, നമ്മുടെ ഓഫീസ് ആവശ്യങ്ങൾക്ക് അങ്ങനെ ഉപയോഗിക്കാം. അല്ലാത്ത സ്ക്രോളിങ് ഞാൻ ചെയ്യില്ല എന്ന് തീർത്തും അങ്ങോട്ട് ഉറപ്പിക്കാം. അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് എല്ലാ ദിവസവും കുറച്ച് ഓഫ്ലൈൻ അവേഴ്സ് വേണം. അത് നമ്മൾ ഏറ്റവും ക്രിയേറ്റീവ് ആയിട്ട് ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാൻ വേണം. അപ്പൊ എന്താണ്, നമുക്ക് കുറച്ചുകൂടി പോസിറ്റീവ് എനർജി കിട്ടും. നമുക്ക് അതിൽ ക്രമേണ നമ്മുടെ ബ്രെയിൻ അതിലിങ്ങനെ ട്രെയിൻ ചെയ്ത് പിന്നെ അതിനോട്ടൊക്കെ എന്താ എൻഗേജ്ഡ് ആയിട്ട് വരും. അപ്പോൾ ഇതുപോലെ കുറച്ച് ഓഫ്ലൈൻ അവേഴ്സ് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കാം. പിന്നെ കുറച്ച് പാസീവ് ആയിട്ടുള്ള സ്ക്രോളിംഗ് ഒഴിവാക്കി കുറച്ചുകൂടെ നല്ല എനർജറ്റിക് ആയിട്ടുള്ള നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പർപ്പസ്ഫുള്ളി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ടൈമും എനർജിയും ഒക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യാം. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്താ, നമുക്ക് മൊബൈലിന്റെ ഈ അമിതമായിട്ടുള്ള ഈ സ്ക്രോളിംഗ് നമുക്ക് കുറെ രക്ഷപ്പെടുത്തി നമ്മളെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പൊ എനിക്ക് പറയാനുള്ളത്, യൂസ് സോഷ്യൽ മീഡിയ ടു ഇൻസ്പയർ നോട്ട് കമ്പയർ. നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് പറയാനുണ്ടെങ്കിൽ പറയാം. ഉറങ്ങിപ്പോയോ എല്ലാരും? ഇല്ല, നല്ല ക്ലാസ് ആയിരുന്നു. സോഷ്യൽ മീഡിയയുടെ ഉപയോഗം പറയുന്നത് അത് വളരെ നല്ലൊരു ഐ ഓപ്പണർ എന്ന് പറയുന്നത്. നമ്മള് തീരെ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യം, നമ്മള് റീൽസ് വാച്ച് ചെയ്തിട്ട് അതിലൂടെ സമയം പോകുന്നതും അതിലൂടെ കിട്ടുന്ന ഒരു ഡോപ്പമിനും, നമ്മള് ശരിക്കും സത്യം പറഞ്ഞാല് ഒരു ഉപകാരമില്ലാത്ത ഒരു സാധനം എന്നാണ് പറയാ റീൽസ്. എല്ലാവരുടെ നമുക്ക് യാതൊരു തരത്തിൽ ഇൻഫർമേഷൻ ലഭിക്കാതെ വല്ലവരുടെ അടുക്കളയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്നാലും നമ്മള് തെറ്റിദ്ധരിച്ച് പോവാണ്. ഇതെന്തോ കിട്ടാനുണ്ട് എന്നുള്ളത് പലരും അറിയാതെ പോകുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഇതിലൂടെ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിച്ചു. നല്ല ക്ലാസ്. താങ്ക് യു ഫവർ. ഇനി അടുത്ത ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? എങ്കിൽ 6:09. അതെ, നല്ല വശമുണ്ട്, നമ്മളത് പറഞ്ഞല്ലോ അല്ലെ. നല്ല വശം ഉറപ്പായിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ്, മോശം വശങ്ങളുണ്ട്. മോശം വശം നമ്മളെ എത്രത്തോളം നമ്മളെ എഫക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അതല്ലെങ്കിൽ മൊബൈൽ ഓക്കെയാണ്, മൊബൈൽ ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള കാര്യം തന്നെയാണ്. അല്ല, മൊബൈലിൽ പ്രത്യേകിച്ച് റീൽസിൽ അതിലിപ്പോ നല്ല വശങ്ങള് കൂടുതൽ 99% മോശമാണ്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ നമ്മൾ ഈ അഡിക്ഷൻ കൊണ്ടുവരുന്നത്. റീൽസ് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല, നമ്മളത് വിവേക ബുദ്ധിയിൽ ഉപയോഗിക്കണം എന്ന് മാത്രം. ഒരു 10 വർഷം മുമ്പൊക്കെ ഈ ഇന്റർനെറ്റ് യൂസ് ചെയ്തവർക്ക് അറിയാൻ പറ്റുമായിരിക്കും ഈ വെബ് പേജിന്റെ ഒക്കെ ഡിസൈൻ എങ്ങനെയായിരുന്നു വെച്ചാൽ പേജസ് ആയിരുന്നു. താഴെ ഇങ്ങനെ കുറെ ടാബ് കാണും, നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്ത് പോകണം. പക്ഷെ ഇപ്പോഴത്തെ, ഞാൻ IT പ്രൊഫഷണലാണ്, അത് ഇപ്പോഴത്തെ ഡിസൈൻ ടെക്നിക്കാണ് ഈ ഇൻഫൈനൈറ്റ് സ്ക്രോളിങ്. നമ്മൾ പേജ് അല്ല, താഴേക്കാണ് സ്ക്രോൾ ചെയ്യുന്നത്. ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും
റീൽസ് ആണെങ്കിലും ഒക്കെ നമ്മളിങ്ങനെ താഴേക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയി. ഈ സ്ക്രോളിംഗ് ഒരിക്കലും തീരില്ല. നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരു നമ്മളെ പിടിച്ചിരുത്താനുള്ളൊരു ഡിസൈൻ ടെക്നിക്കാണ്. അതിൻ്റെ കൂടെ വേറൊരു കാര്യം കൂടെ പറയാം. ഈ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഈ വ്യാവസായിക വിപ്ലവം, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇൻഡസ്ട്രി 5.0 എന്ന് പറയുന്നൊരു ഇതാണ്. ഈ 5.0യും തൊട്ട് മുമ്പത്തെ 4.0യും തമ്മിലുള്ള പ്രധാന ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ 4.0 എങ്ങനെയാണെന്ന് വെച്ചാൽ ടെക്നോളജിയാണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പം നമ്മളെ ഒരു മെഷീനാണെങ്കിൽ മെഷീന് കുറേ ഡാറ്റാസ് എടുക്കുന്നു, അത് കാര്യങ്ങൾ തീരുമാനിക്കുന്നു, അതെല്ലാം സ്വന്തം ചെയ്യും. പക്ഷെ ഇപ്പം എല്ലാവരും പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് വേണ്ട, ഹ്യൂമൻ സെൻട്രിക് ആയിരിക്കണം. ടെക്നോളജി നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള സംഭവമാണ്. നമുക്ക് കുറേ ഡാറ്റ ഉണ്ട്, അതിൽ നിന്ന് ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്തിട്ട് നമുക്ക് കുറേ ഒരു ഇൻഫർമേഷൻ അത് പാസ് ചെയ്യണം. അത് നല്ലതാണോ ചീത്തയാണോ എന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അതാണ് ഇൻഡസ്ട്രി 5.0ൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. ഇപ്പം ഈ സോഷ്യൽ മീഡിയയുടെ കാര്യമാണെങ്കിൽ നമുക്ക് കുറേ നല്ല കാര്യങ്ങളുണ്ട്, പക്ഷെ ഒരിക്കലും അത് നമ്മളോട് പറയരുത് ഇതൊക്കെ നിങ്ങൾക്ക് നല്ലതാണ്, നിങ്ങളിത് ഉപയോഗിക്കുമെന്ന്. നമ്മൾ കാണുക, എന്നിട്ട് നമ്മളാണ് ഡിസിഷൻ എടുക്കേണ്ടത്. നേരത്തെ ആരോ റീൽസിൻ്റെ കാര്യം പറഞ്ഞു. റീൽസിലും നല്ലത് ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ടാവും. ഇപ്പം ഈ പറയുന്ന ചില ഫാമിലികളൊക്കെ നല്ല വീഡിയോസൊക്കെ ഇടുന്ന ഫാമിലികളുണ്ട്. അവരുടെ അടുത്ത് നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അവർ വീട്ടിൽ പെരുമാറുന്ന രീതി, മക്കളോട് പെരുമാറുന്ന രീതി, അവർ എങ്ങനെയാണ് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്, ബിസിനസ് ചെയ്യുന്നത്, അപ്പോൾ വീട് പണി നടക്കുന്നത് കാണിക്കുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ എല്ലാം കാണുക, എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളതിനെ മാത്രം ഫിൽട്ടർ ചെയ്തിട്ട് ബാക്കിയൊക്കെ സൈഡിലേക്ക് മാറ്റി വെക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് സമയം ഉണ്ടാവും, അത് നമ്മളെ കൺട്രോൾ ചെയ്യല്ല. അതെ അതെ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? 6:15 അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വൈൻഡപ്പ് ചെയ്യാല്ലേ മാം? വൈൻഡപ്പ് ചെയ്യാം. ബാക്കിയുള്ള എല്ലാവരും ഫീഡ്ബാക്കുകളൊക്കെ ഗ്രൂപ്പിൽ അയക്കാം. താങ്ക് യു ഓൾ. താങ്ക് യു.